ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരമേശ്വരന്റെ നാമത്തിൽ സ്തുതിപ്പോൾ ദൈവത്തിന്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമത്തിൽ നമുക്ക് ഇന്നലെ കൂടി വരുവാനും കർത്താവിനെ ആരാധിച്ച് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पवित्र परमेश्वर का संगम आने के लिए और रात को आराधना करने के लिए शुक्रवार आराधना करने के लिए हमें तो परमेश्वर ने सहायता किया है. परमेश्वर का नाम धन्यवाद करें. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. आज के जोड़ी दर्शन के लिए दूसरे राजा के 5वें अध्याय में आने के 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും അതുപോലെ അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. दूसरे राजा के 5वें अध्याय 3 आयत और 10 से 14 आयत तक जो उस भाग से आज मनन करना चाहता हूँ. ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇന്നലെ ധ്യാനചിന്തകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എഫ്ജിയുടെ ഫോൺ വന്നു. जब मैं इस आयत से जब ध्यान कर रहा था उस समय कैसे अली का फोन आ गया था. എന്നോട് ചോദിച്ചു നാളെ എന്താ പറയാൻ പോകും. मैंने पूछा कल क्या बोलने वाले हो. ഞാൻ പറഞ്ഞൊരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. मैं के बालिया के बारे में कहना जा रहा हूँ. എന്നോട് ചോദിച്ചു എന്നെ പറ്റിയാണോ അതോ മോളെ പറ്റിയാണോ പറയാൻ പോകുന്നത്. अली ने पूछा अली के बारे में या यीशु के बारे में पूछा. അല്ല നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. आप लोगों के बारे में नहीं कह रहा है. എന്നോട് ചോദിച്ചു പേരെന്നാ. पूछा क्या नाम है. ഞാൻ പറഞ്ഞു ആ പേര് ദൈവം അതിന് വെളിപ്പെടുത്തിയിട്ടില്ല. उस बालिया का नाम परमेश्वर का नाम है वो दिखा नहीं है. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയല്ലോ. इसलिए मैं नहीं कह पा रहा. എന്നാൽ നല്ലൊരു പേര് ദൈവവചനത്തിൽ ആ പെൺകുട്ടിയെ കാണുവാനായിട്ട് സാധിക്കുന്നു. लेकिन एक अच्छा नाम और उस बालिका के बारे में हम देख सकते हैं. പറഞ്ഞുകൊണ്ടതിൽ ഒരു काര്യം കൂടെ പറഞ്ഞു. उसके बाद एक और बात याद दिलाया. ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ऐसे कहा था इस बालिका के बारे में कह रहा ഈ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് അതിന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടല്ലോ. और इस आयत से पहले भी मनन किया था ना. ശരിയാണ്. ഞാൻ ഒരു 7 വർഷം മുമ്പ് ഈ 5-ാം അധ്യായത്തിൽ നിന്ന് ചില പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 6-7 साल के पहले इस 5वें अध्याय से कुछ बातें कहे थे. അന്ന് ഈ പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ ഊന്നൽ നൽകി പറയുകയുണ്ടായി. और उस दिन उस लड़की के बारे में ज्यादा बोला था. ഞാൻ പിന്നീട് എന്റെ പഴയ ഡയറി എടുത്തു നോക്കി. और डायरी को देखा जो पुराना. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും അതിലില്ല. और आज जो कहने जा रहा है इस बात को उस डायरी में लिखा नहीं है. ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. और आज एक छोटी लड़की के बारे में यहाँ कह रहा है. ആ പെൺകുട്ടിയുടെ ഒരു വാക്കിനെ ചൂട് വെച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. छोटी लड़की के कुछ बातों के बोल के याद करके आज कहना चाहता हूँ. ആ വാക്കുകളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആത്മീക മൂല്യങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില ന്യായങ്ങൾ മാത്രം പറയുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. उस छोटी लड़की की उस बातों के अंदर जो छिपा हुआ उस बातों को आज आप लोगों के सामने कहना चाहता हूँ. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. पहले हम 5वें अध्याय को तीसरा आयत पढ़े. അവിടെ ഇപ്രകാരം വായിക്കുന്നു. അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ സമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. वहाँ पे ऐसे लिखा है. उसने अपने स्वामिनी से कहा यदि मेरा स्वामी सोमरोन के भविष्यवक्ता के पास होता तो क्या ही अच्छा होता क्योंकि वह उसको कोड़ से चंगा कर देता. ഇവിടെ ഈ ചെറിയ പെൺകുട്ടി ഒരു ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞു. यहाँ पे ये छोटी लड़की छोटी सी एक बात कह रहा है. എന്റെ യജമാനൻ സമരിയയിലെ പ്രവാചകന്റെ അടുത്ത് വന്ന് ചെന്നാൽ നന്നായിരുന്നു. मेरा जो स्वामी है अगर सलमोन पे जो भविष्यवक्ता
के पास अगर चले जाता तो कितना अच्छा होता। യജമാനൻ എന്ന് പറയുന്നത് നയമാനെ കുറിച്ചാണ് പറയുന്നത്. यहाँ पे जो स्वामी के बारे में कह रहा है वो नामान के बारे में कह रहा है. നമുക്കറിയാം അരാം രാജാവിന്റെ സൈന്യത്തിന്റെ അധിപനായിരുന്നു നയമാൻ. हम जानते हैं आराम राजा के जो सेनापति है वो नामान. അവൻ വളരെ വിജയകരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് രാജാവ് അവന് വളരെ ബഹുമാനം നൽകിയിരുന്നു. और वो सेनापति होके बड़े बड़े कामों को उसने किया, इसलिए राजा ने उसको बड़ा सम्मानित किया था. അവനെ മാന്യനായിട്ട് എഴുതിയതായിട്ടാണ് നാം വായിക്കുന്നത്. वो राजा ने उसको श्रेष्ठ माना गया था. അവൻ പരാക്രമശാലിയായിരുന്നു. वो शूरवीर था. പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു. वो लेकिन उसको एक ही प्रॉब्लम था. അവന് കുഷ്ഠം ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു. वो परंतु वो कोड़ी था. അതാണ് നയമാനെ കുറിച്ചുള്ള വസ്തുത നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അരാമ്യർ കവർച്ചപ്പടയായിട്ട് ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു പലതും കൊണ്ടുവന്ന കൂട്ടത്തില് ഈ ഒരു പെൺകുട്ടിയെ കൂടെ അടിമയായിട്ട് കൊണ്ടുവരികയാണ്. वहाँ पे कुछ बहुत चीज लेके आया था, उसमें से एक है इस छोटी सी लड़की. ഈ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. इस लड़की के बारे में कहने वाला कुछ एक अच्छा बात है. അവൻ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഇസ്രായേൽ ദേശക്കാരിയായിട്ട് കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. वो इसराइल के देश से इसराइली होके इस देश में आया. നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളെ കുറിച്ച് പറയുന്നത് ഇസ്രായേൽ ദേശക്കാരത്തി എന്നാണ് പറയുന്നത്. वहाँ पे चौथे आयत में ऐसे कहते हैं इसराइली लड़की ऐसे कहते हैं उसको कह रहा है. അവൾ ആരായിരുന്നു എന്നുള്ളതിന് അവൾക്ക് അവളുടെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പേരിനേക്കാളും മഹത്വമുള്ള ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. वो उस लड़की कौन था, उसका नाम के उसके प्रधान क्या है, वो कुछ जैसे किस देश से आया है उसको यहाँ पर देख सकते हैं. അവർ ഇസ്രായേൽ ദേശക്കാരത്തിയായിരുന്നു. वो इसराइली लड़की थी. ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയാം. इसराइल के बारे में हम जानते हैं. ദൈവം തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവത്തിന് പ്രത്യേക സമ്പത്തായിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽ. परमेश्वर अपने लिए चुना हुआ लोग है इसराइली लोग. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇസ്രായേൽ ദേശത്ത് ജീവനുള്ള ദൈവത്തെ സേവിച്ചും സ്നേഹിച്ചും വന്നിരുന്ന ഒരു പെൺകുട്ടിയാണ്. ये छोटी लड़की और इसराइल जो जीवित परमेश्वर का जो देश से आया वो लड़की. ഈ പെൺകുട്ടി പറഞ്ഞൊരു വാചകമാണ് എന്റെ ചിന്തയിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വന്നത്. वो लड़की कुछ बात यहाँ पे कह रहा है, उस बात को आज हम मन करेंगे. ഒരു കൊച്ചു ജീവിതത്തിലെ ഒരു ചെറിയ വാക്ക്, ഒരു അഭിപ്രായം ഒരു വലിയ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. उस छोटी सी लड़की की छोटी सी बात को यहाँ परमेश्वर वो उसको मान लेते हैं. എന്താണ് പറയുന്നത്? എന്റെ യജമാനൻ തന്റെ യജമാനത്തോട് പറയുകയാണ്, നമ്മുടെ യജമാനൻ ആ ശമരിയിലെ പ്രവാചകന്റെ അടുത്ത് ഒന്ന് ചെന്നെങ്കിൽ അവന്റെ ഈ അസുഖത്തിന് ഭേദം വരുമായിരുന്നു. वो अपनी स्वामी से ये कह रहा है, मेरा जो स्वामी है अगर उस वर्ष के पास अगर चले जाता तो अच्छा होता. പ്രിയമുള്ളവരെ, ഒരു ഈ കാര്യം വളരെ ചിന്തനീയമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. इस बात को हम अपने अच्छे से ध्यान करना होता. ഈ വാക്കുകളെ നാം ചുവടുവെച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വാക്കിൽ അന്തർലീനം ചെയ്തിരിക്കുന്ന ചില ആത്മീയ മൂല്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. अगर हम इस छोटे से बातों को अगर ध्यान से देखेगा तो उसमें छिपा हुआ कई बातों को हम देखने को मिलता है. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ബാലികയാണ്. इस लड़की की छोटी सी बालिका है. അവൾ അരാം ദേശത്ത് അരാം രാജ്യത്ത് അവളൊരു ദാസിയാണ്, ഒരു അടിമ പെൺകുട്ടിയാണ്. वो आराम देश में जो वो कैदी होके उसको लेके आया, उसको पकड़वा के लेके आया. സൈന്യാധിപന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവളാണ്. और जो राजा की सेनापति है उसके जो पत्नी को जो वो सेवा कर रहे हैं. ആ നിലയിലൊക്കെ നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് വലിയ പരിമിതികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. देखेगा तो उस परिमित स्त्री से वो अपने वहाँ पे रह रहा है. എന്നാൽ ആ സ്ഥാനത്തും ആ പെൺകുട്ടി ചെയ്ത വലിയ കാര്യങ്ങളാണ് ഈ വാചകത്തിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ സത്യങ്ങൾ. ऐसी अवस्था में वो किया हुआ कुछ बताया हुआ कुछ बातों को हम यहाँ पे देख सकते हैं. അവൾ പറയുകയാണ്, ഈ നമ്മുടെ യജമാനൻ സമരിയിലെ പ്രവാചകന്റെ അടുത്ത് ഒന്ന് ചെന്നെങ്കിൽ. वो कह रहा है ये जो मेरा स्वामी
उस समरण का जो भविष्यवक्ता के पास अगर चले जाता, അത് അവളുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. वो इच्छा भी कर रहा है, उसके द्वारा उससे वो प्रार्थना भी करते हैं. അവളുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എന്നിരിക്കലും അതൊരു അവളുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. वो छोटी सी एक बात कर रहा है, लेकिन वो अपने दिल से कह रहा है और वो वहाँ पे चले जाता तो अच्छा होता. നോക്കണം, അവൾ എവിടെയാണ്? അവളൊരു അടിമ പെൺകുട്ടിയാണ്. देखो वो अभी कहाँ पे वो रह रहा है, वो अभी वो एक दासी होके ये रह रहा है. നല്ലൊരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു വിഗ്രഹാരാധന ചെയ്യുന്നവരുടെ കൂട്ടത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. परमेश्वर का उस देश इसराइल देश से वो आराम देश में उसको लेके आया है. എന്നാൽ അവൾ ആ പ്രതികൂലമായ സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും സ്ഥലത്തായിരിക്കുമ്പോഴും അവളിൽ നിന്ന് അന്യം നിന്ന് പോകാത്ത ഒരു മഹത്വകരമായ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. उसके उस परिमित अवस्था में रहने के समय में भी उसके दिल में कुछ बात अभी भी वो रखा हुआ है. उस बात को हम देखते. എന്റെ യജമാനൻ സമരിയിലെ പ്രവാചകന്റെ അടുക്കലൊന്ന് ചെന്നെങ്കിൽ, मेरे स्वामी अगर श्रमण का जो भविष्यवक्ता के पास अगर चले जाता, എത്രയോ നല്ല ആഗ്രഹമാണ്. कितना अच्छा एक आग्रह है उनका दिल से आ रहा है. ഈ ആഗ്രഹവും പ്രാർത്ഥനയിലും അടങ്ങിയിരിക്കുന്ന 5 കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. भाषा में छिपा हुआ 5 बातों को यहाँ पर आज कहना मैं चाह रहा हूँ. ഒന്ന്, അതിന്റെ വിശ്വാസത്തിന്റെ ഒരു ശക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. पहले बात जो उस बात में जो विश्वास है, उसका विश्वास जो शक्ति को हम देख सकते हैं. ഈ പെൺകുട്ടി യജമാനത്തിയോടായി കാര്യം സംസാരിക്കുന്നത്. वो ये जो छोटी लड़की अपनी स्वामिनी से ये बात कह रहा है. എന്നാൽ നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നയമാൻ ഈ കാര്യം പറയുമ്പോൾ അവനോട് പറഞ്ഞതായിട്ടാണ് അവൻ പറയുന്നത്. अगर चौथी बात में आने के समय हमें ये समझ में आता है, नायमान जब कह रहा है उस समय ऐसे कह रहा है, वो लड़की ने वो नामान से कहा ऐसे करके. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഈ ഇതിലെ വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ മനസ്സിലാക്കിയിരുന്ന ഒരു ഉറച്ച വിശ്വാസത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. उस लड़की के जो विश्वास की शक्ति के बारे में देखने के समय उसको विश्वास में एक बड़ा शक्ति छिपा हुआ था, वो देखने को मिलता है. ഈ യജമാനെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠത്തിന് സൗഖ്യം നൽകാൻ കഴിവ് ആ പ്രവാചകനുണ്ടെന്നുള്ള വിശ്വാസം ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ये जो नामान के जो कोर्ट की जो बीमारी है उससे छुड़ाने के लिए हमारा परमेश्वर शक्तिमान है, वो विश्वास करता था. അവനൊരു ദാസിയായിരുന്നിട്ടും ആ യജമാനോടുള്ള തന്റെ സ്നേഹം അവിടെ വർഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. वो दासी होके भी अपने स्वामी के जो उसका जो प्रेम है कितना अच्छा था, वो हम देखने को मिलता है. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. विश्वास का जो शक्ति इसके बारे में हम देख सकते हैं. ഞാൻ വിശ്വസിക്കുന്നതായിരിക്കുന്ന ദൈവം ഈ മനുഷ്യനെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് എന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. मैं जो विश्वास करने वाला मेरा परमेश्वर इस रोग को चंगा करने वाले के लिए वो शक्तिमान है, वो विश्वास किया. ദൈവത്തിന്റെ കാര്യം പ്രഖ്യാപിക്കുവാനായിട്ട് അവരെ ധൈര്യപ്പെടുത്തിയത് ഈ വിശ്വാസം തന്നെയാണ്. और परमेश्वर को ये जो बड़ा काम को आगे बोलने के लिए उसने शक्ति भी उस विश्वास से मिला. നമുക്കറിയാം, ഒരാളെ ഒരു അസുഖമുള്ള ഒരാൾക്ക് ഒരു ഡോക്ടറെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ अगर एक बीमार व्यक्ति को हम लोग दूसरे एक डॉक्टर को लेके हम वो सलाह देने के समय ആ ഡോക്ടറിന് അത് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ये विश्वास करते हैं वो डॉक्टर उस रोग को चिकित्सा कर सकते हैं. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആ വിളങ്ങിക്കാണുന്ന വിശ്വാസത്തിന്റെ ശക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. छोटी सी लड़की के अंदर छिपा हुआ उस विश्वास की शक्ति को हम यहाँ पर देखते हैं. വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് ദൈവവചനത്തിൽ നിന്നുള്ള ഒരു തെളിവ് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. और विश्वास की शक्ति के बारे में एक एग्जाम्पल यहाँ पर देना चाहता हूँ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകാം, എടുത്ത് വായിക്കുവാനായിട്ട് സമയപരിധി കൊണ്ട് ചെയ്യുന്നില്ല. അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ഭൂതം ബാധിച്ച ഒരു ബാലനെ സൗഖ്യമാക്കുകയാണ്. 17-18 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. आगे बढ़ने के समय वहाँ पे दुरात्मा प्राप्त एक बालक को परमेश्वर शंका करता है. ഈ ബാലനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് സൗഖ്യമാക്കുവാനായിട്ട് അവർ കൊണ്ടുവന്നതാണ്. उस बालक को
शिष्यों के पास वो लोग उनको लेके आए थे दंगा करने के लिए, പക്ഷെ അവർക്ക് അതിന് കഴിഞ്ഞില്ല. लेकिन वो शिष्यों ने उसको कर नहीं पाया. പിന്നീട് ഈ മനുഷ്യൻ ആ ബാലനെയും കൊണ്ട് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. उस समय इस बालक को वो यीशु मसीह के पास लेके आता है. കർത്താവ് അവനെ സൗഖ്യമാക്കി. प्रभु यीशु मसीह उसको चंगा कर दिया. അവനുള്ള ഭൂതത്തെ ശാസിച്ച് അവനെ വിട്ടുപോകുമാറാക്കി. उसको अंदर जो छिपा हुआ दुष्टात्मा को दूर करके उसको चंगा किया. ശിഷ്യന്മാർ ഇത് കണ്ടു. शिष्यों ने इसको देखा है. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, थोड़ी देर के बाद शिष्यों ने प्रभु यीशु मसीह के पास आके पूछ रहे हैं, ആ ഭൂതത്തെ പുറത്താക്കാൻ ഞങ്ങൾക്ക് എന്താ കഴിയാതെ? उस दुष्टात्मा को हम लोग क्यों नहीं भगा पाया? യേശു അവരോട് പറയുകയാണ്, അവരോട് നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. और प्रभु यीशु मसीह उनसे कह रहा है, तुम लोग अविश्वासी है, तुम्हारे विश्वास की कमी की वजह से वो हो रहा है. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് അങ്ങോട്ട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. और प्रभु यीशु मसीह कह रहा है, अगर आप तुम्हारे मन में अगर एक दस्तों के जैसे विश्वास भी होता तो ये वो काम हो जाता है. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മഹത്തായ കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. मसीही जीवन में न हटाने वाला एक बात है विश्वास. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതം നാം നോക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? हमारे जीवन में मुड़ के देखने के समय हम कई बार ऐसे सोचते हैं, ऐसे काम कैसे पूरा हो जाएगा. എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി നമുക്ക് വലിയൊരു ഉദാഹരണമാണ്. यहाँ पे एक छोटी सी लड़की हमारे लिए एक बड़ा उदाहरण है. അവൾ പറയുകയാണ്, എന്റെ യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കും എന്നവൾ പറയുകയാണ്. अगर मेरे स्वामी अगर उस भविष्यवक्ता के पास चले जाता वो पूरा चंगा कर देता है. ഇവിടെ വിശ്വാസത്തിന്റെ പ്രബലതയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. यहाँ पे विश्वास का जो बड़ा एक काम हो यहाँ पे देख सकते हैं. മറ്റൊരു കാര്യം ഈ പെൺകുട്ടിയിലൂടെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ പെൺകുട്ടി ദൈവത്തിന്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാറ്റപ്പെടുകയാണ്. दूसरी बात हम यहाँ पे ये देख सकते हैं, वो यहाँ पे परमेश्वर का एक योजना है, उसमें एक भाग वो ले लेते हैं. അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. वो एक छोटी सी लड़की है, എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഒരു വലിയൊരു ഉപകരണമായിട്ട് അവൾ മാറ്റുകയാണ്. परमेश्वर को इस योजना में एक बड़ा एक काम वहाँ पे कर रहा है. നയമാനെ സൗഖ്യമാക്കുവാൻ എന്താണ് കാരണമായി തീർന്നത്? नामन को वो शुद्ध होने के लिए क्या कारण हुआ था? അവളുടെ ഒരു ചെറിയ നിർദ്ദേശമാണ്. यहाँ पे उस लड़की की उस छोटी सी बात यहाँ पे कारण बना. അവളുടെ ഒരു അഭിപ്രായമാണ്. उनकी एक छोटी सी सलाह यहाँ पे दे रहा था. പ്രിയമുള്ളവരെ, എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാര്യം. वो कितना अनुग्रह की यहाँ पर बात. ഞാനിവിടെ അടിമയാണല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് വായടയ്ക്കാനായിട്ടല്ല ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു. वो ये नहीं सोचा था मैं यहाँ पे दासी बन के आ रहा है, मैं चुपचाप के बैठ जाऊँ. നാം വാസ്തവമായിട്ടും ചെറിയ വ്യക്തിത്വങ്ങളാണ്. हम लोग अगर परमेश्वर के सम्मुख छोटे छोटे लोग हैं, എന്നാൽ ദൈവത്തിന്റെ ഭാഗത്ത് നാം ഉന്നതന്മാരാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. लेकिन परमेश्वर के सामने हम लोग उसने हमें बड़ा सोच के रखा हुआ है. നാം ഉന്നതന്റെ മക്കളാണ്. हम एक बड़ा परमेश्वर का संतान है. നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കു കഴിയും? अगर हम धैर्य के साथ आगे कह नहीं जा रहे हैं तो कौन कहेगा? ഇവിടെ ഈ നയമാനികളുടെ വാക്കുകൾ കേട്ടു. यहाँ पे नामान उस छोटी बालिक का उस बातों को माना है. ഒരുപക്ഷെ നയമാന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞതായിരിക്കാം, यहाँ पे शायद उस स्वामिनी ने उस अपने पति को ये कहा होगा. കാരണം യജമാനത്തിയോടാണല്ലോ ഈ പെൺകുട്ടി പറയുന്നത്. यहाँ पे उस स्वामिनी को ये लड़की कह रहा है. സ്വാഭാവികമായിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞതായിരിക്കാം. उस पत्नी ने उस पति को कहा होगा. മുൻ അധ്യായത്തിൽ ശൂന്യകാലത്തിൽ സ്ത്രീ എലീശാ പ്രവാചകനെ കുറിച്ച് തന്റെ ഭർത്താവിനോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और उसके पहले अध्याय में वो उस चूल्हे का जो स्त्री अपने एलिशा के बारे में अपने पत्नी से कह रहा है. അല്ല എങ്കിൽ നയമാൻ ഇവരുടെ സംസാരം കേട്ടതായിരിക്കാം. अगर नहीं है तो सामान्य बातों को दोनों के बातों को सुना होगा. ഏതായാലും ദൈവത്തിന്റെ കാര്യപരിപാടി ഈ ചെറിയ ഉപകരണത്തിലൂടെ നടക്കുമ്പോൾ നയമാന്റെ
കുഷ്ഠരോഗത്തിന്റെ സമരത്തിന് അത് മുഖാന്തരമായി തീരുവാനായിട്ട് ഇടവരികയാണ്. लेकिन उसके परमेश्वर का उस योजना में उस छोटी सी लड़की एक उभरण होके यहाँ पर देख सकता है. പ്രിയമുള്ളവരെ, നാം എത്ര ചെറിയവരായാലും നമ്മെ കൊണ്ട് വലിയ കാര്യം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. हम सोच रहे हैं हम एक छोटे सा आदमी छोटा आदमी अगर ऐसे सोचने का था नहीं, परमेश्वर हमसे बड़ा काम कर सकता है. നാം പാടാറുണ്ടല്ലോ, അല്പമാ ഉപകരണം കൊണ്ട് ദൽപ്പെടുന്ന മഹത്തായ വേദന ചെയ്യുന്ന ശില്പികൾക്കുടയവനാണ് നമ്മുടെ ദൈവം. गीत गा के कह रहा है अगर एक छोटा चीज से भी बड़ा बड़ा काम करने वाला परमेश्वर है हमारा परमेश्वर. നമുക്കറിയാം, ഇതിന് ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. इसके द्वारा भी एक एग्जाम्पल परमेश्वर को दिखाना. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയുടെ വടിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. निर्गमन के पुस्तक जब आने के समय मूसा और उसका उस लाठी को हम देख सकते हैं. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. और निर्गमन के पुस्तक 4 दूसरे आयत में से लिखा हुआ है, यहोवा ने उससे कहा तेरे हाथ में वो क्या है? वो बोला लाठी. കാര്യം നമുക്കറിയാം, ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ അടിമകളാണ്. അവിടെ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവരണം. पीछे जो बात हम जानते हैं, इसराइली लोग अभी मिस्र में बंदी होकर रहा है, वहाँ से उनको छुड़ा के लेके आना है. ഭയങ്കര പ്രശ്നത്തിലായിരിക്കുക. बड़ा एक अवस्था से इसराइल के जन गुजरा है. എങ്ങനെ സാധിക്കും? कैसे ये पूरा होगा? ദൈവം മോശയോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്? मूसा से पूछ रहे तुम्हारे हाथ में वो क्या है? वो पूछ रहा है. മോശ പറയുന്നത് ഒരു വടി. मूसा कह रहा है एक लाठी, ഒരു ചെറിയൊരു സാധനം. एक छोटी सी एक चीज है. എന്ത് ചെയ്യാൻ സാധിക്കും? उससे क्या कर सकते? മോശ നമുക്കറിയാമോ, അതിനു മുമ്പ് ആടുകളെ മേയിച്ചിരുന്ന, വനത്തിൽ ആടുകളെ മേയിച്ചിരുന്ന വ്യക്തിയാണ്. हम जानते हैं मूसा ने उस भेड़ों को चलाने वाला था मूसा. ആടുകളെ മേയിക്കുന്നതിനും തീറ്റ പുലർത്തുന്നതിനൊക്കെ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു വടിയാണത്. और उस भेड़ों को चलाने के लिए, उनको खाना खिलाने के लिए उस लाठी को यूज करता है. മുന്നോട്ട് താൻ പോകുമ്പോൾ ആ വടിയെ തന്നെ കൂടെ ചേർത്തിരിക്കുകയാണ്. उसके साथ वो आगे बढ़ रहा है, उसके साथ वो मतलब उस लाठी के साथ आगे बढ़ रहा है. ദൈവം ചോദിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? परमेश्वर उनसे पूछा है तुम्हारे हाथ में क्या है? ഒരു വടി. एक लाठी. ആ വടിയുടെ മഹത്വം നമുക്ക് തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ നന്നായിട്ട് അറിയാം. उस लाठी के बारे में आगे बढ़ने के समय हम बहुत कुछ देख सकते हैं. മിസ്രൈമില് ആ വടി കൊണ്ട് അനേക അത്ഭുതങ്ങൾ മോശയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. मिस्र में कई अद्भुत कार्य उस लाठी के द्वारा मूसा ने किया है. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ അവർ ചെങ്കടൽ കര കടക്കുന്നതിന് ഈ വടിയാണ് ഉപയോഗപ്രദമായി തീർന്നത്. और मिस्र से वो लोग छुड़ा के उनको लेके आने के समय उस लाल समुद्र को पार करने के लिए उस लाठी को यूज किया. അതുപോലെ ദാഹത്താൽ വലഞ്ഞ ജനങ്ങൾക്ക് ജലം പകർന്നു നൽകുവാനായിട്ട് ഈ വടി ഉപയോഗപ്രദമായി തീർന്നിട്ടുണ്ട്. जब वो लोग प्यासा हो गया था, उनको पानी पिलाने के लिए उस लाठी का उपयोग किया. എന്തുകൊണ്ടാണ് അവർ കേവലം ഒരു വടി? क्या चीज से? वो तो एक छोटी सी लाठी. പ്രിയമുള്ളവരെ, എത്ര ചെറിയ കാര്യങ്ങളെ കൊണ്ടും ദൈവത്തിന് വലിയവ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് ഈ സംഭവം നമുക്ക് വളരെ ബലം നൽകുന്നതാണ്. इस बात को हमें समझ में आ सकता है, छोटी सी चीज से परमेश्वर बड़ा बड़ा काम कर सकते हैं. ഇസ്രായേൽ ദേശക്കാരത്തെ പെൺകുട്ടി ഏറ്റവും ചെറിയവളാണ്. यहाँ पे इसराइली जो लड़की है एक छोटी सी लड़की है, എന്നാൽ അവളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ചെറിയ കാര്യം അത് ഏറ്റവും മഹത്വകരമായ അവസ്ഥയിലേക്ക് ചെന്നെത്തുവാൻ കാരണമായി തീർന്നു. उस लड़की के द्वारा करने वाला उस छोटी सी काम कितना बड़ा काम हो गया था हम देख सकते हैं. ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മൂന്നാമത്തെ ആത്മീക സത്യം, इस लड़की की जो बातों में हमें समझ में आने वाला और तीसरी बातों को आगे बढ़ेंगे. മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയാണ്. दूसरे लोगों के द्वारा उसकी एक करुणा और दया. നമുക്കറിയാം, നമ്മുടെ ദൈവം കരുണാമയനാണ്. हम जानते हैं हमारा परमेश्वर दयालु परमेश्वर है. നാം ഇന്ന് ആയിരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ കരുണയാണ്. हम आज जो अवस्था से हम अवस्था में है उस परमेश्वर को दया की वजह से നാം കരുണ ലഭിച്ചവരാണ്, മറ്റുള്ളവർക്ക് കരുണ ലഭിക്കേണ്ടത് ആവശ്യമാണ്. हमें भी परमेश्वर को करुणा मिला है और हम आगे उनको दूसरों को भी करुणा दिखाना है. ഈ കരുണ
ഈ കരുണയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഈ പെൺകുട്ടിയിലും ആ കരുണ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. और इस छोटी लड़की के अंदर में भी उस परमेश्वर का दया या करुणा को हम देख सकते हैं. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ചിന്തിക്കാതെ ഇവർ എന്നെ അവിടെ നിന്ന് ബലമാക്കി പിടിച്ചുകൊണ്ടുവന്നതാണ്. अगर ये लड़की अपने आप सोच सकते थे ये लोग वहाँ से मुझे बंदी बना के यहाँ लेके आया. ഞാൻ ഇസ്രായേൽ ദേശത്തെ എന്റെ മാതാപിതാക്കളോട് ഒരുമിച്ച് സ്വൈരമാർഗം കഴിഞ്ഞിരുന്നതാണ്. मैं इसराइल देश में अपने माता पिता के साथ शांति के साथ जी रहा था. ഇന്ന് ഞാൻ അവരെ വിട്ടുപിരിഞ്ഞ് ഈ ഞാൻ അറിയില്ലാത്ത ആളുകളുടെ മധ്യത്തിൽ നിന്നായിരിക്കുകയാണ്. आज मैं उन सबको छोड़ के मैं जो अनजानी जगह में मैं यहाँ जीवन बिता रहा है. ഞാൻ ഇവർക്ക് വേണ്ടി എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? इनको क्या मैं इनको क्या दया दिखाऊं. ആ പെൺകുട്ടിയുടെ സ്ഥാനത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. उस लड़की के जैसे हम एक बात सोचते നാം എന്ത് ചെയ്യും? अगर हम ऐसे उस लड़की है तो क्या करें. ഒരിക്കലുമില്ല. हम ऐसे कई हमारे दिल में ഇവർക്ക് ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. उनको हमारा मेरे एक उपहार नहीं करना. കാരണം ഇവർ എന്നോട് ഉപദ്രവം ചെയ്തവരാ. क्योंकि ये लोग मेरे खिलाफ काम किया है. എന്റെ സമാധാനം കെടുത്തിയവരാണ്. मेरा शांति को उन्होंने हटा दिया था. എന്നാൽ ഇവിടെ ഈ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുക. लेकिन इस छोटी सी लड़की के बारे में सोचे. അന്യദേശത്തും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവകൃപ കൈവിടാതെ ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ച് അവൾ ഉറക്കെ പ്രഖ്യാപിക്കുക. दूसरे देश में प्रतिकूल अवस्था में वो परमेश्वर का करुणा उसका दिल को करुणा दिखा रहा है. തന്റെ യജമാനത്തിയോട് പറയുകയാണ്, എന്റെ യജമാനൻ അവിടെ ഒന്നിട്ടെന്ന്. वो अपनी स्वामी से कह रहा है और मेरा स्वामी उस भक्त के पास चले जाता है. ആ കരുണ ലഭിക്കുന്ന, സഹായം ലഭിക്കുന്ന, സൗഖ്യം ലഭിക്കുന്ന സ്ഥാനത്തെ ഒന്ന് റെഫർ ചെയ്യുവാനായിട്ട് പെൺകുട്ടി മുതിർന്നിരിക്കുക. करुणा मिलने वाला दया मिलने वाला परमेश्वर के सामने जाने के लिए यहाँ पे वो एक सलाह दे रहा है. പ്രിയമുള്ളവരെ, ഇത് എത്രയോ മാതൃകാപരമാണ്. वो यहाँ पे हमें हमारे दिल में भी ऐसे आग्रह होना चाहिए. എതിരികളോട് പ്രയാസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അവരോട് ഈ സ്നേഹ സന്ദേശം അറിയിക്കുവാൻ നമുക്ക് കഴിയണം. हमारे विरुद्ध काम करने के बारे में हम लोग एक प्यार उनको भी दिखाना है. യോനയെ കുറിച്ച് നമുക്കറിയാം. योना के बारे में हम जानते हैं. ആ നിലവിലുള്ള ആളുകളെ മാനസാന്തരപ്പെടുത്തുന്ന അവരെ സന്ദേശം അറിയിക്കുവാൻ യോനയോട് പറഞ്ഞു, നീ നിലവിലേക്ക് പോകണം. परमेश्वर ने योना से कहा निनेवे में जाके वो उनको समाचार सुनाने के लिए. യോന എന്താ ചെയ്തത്? योना ने क्या किया? യോന നിലവിലേക്ക് പോകാൻ തീരുമാനിച്ചില്ല. योना ने निनेवे को जाने के लिए नहीं सोचा. ഈ വശത്തേക്ക് പോകണമെങ്കിൽ അവൻ നേരെ അങ്ങോട്ടാണ്, ഈ ദൃഷ്ടിയിലേക്കാണ് അവൻ പോയത്. परमेश्वर जो कहा उस देश को विरुद्ध वो दूसरे देश को जा रहा है. അവൻ തർശീശിലേക്ക് പോകുവാൻ കൂലി കൊടുത്ത് കപ്പൽ കരുതി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. तर्शीश की ओर जाने के लिए पैसा दे के वो टिकट खरीद करके जा रहे हैं. ആ ഒരുപക്ഷെ അവൻ നിലവിലേക്ക് തന്നെയാ പോയെന്ന് വാക്കുകൾ അനുസരിച്ച് പോയെങ്കിൽ അവിടെ കൂലി കൊടുത്തിട്ട് ഒരുപക്ഷെ ആവശ്യം വരുവാൻ കഴിയില്ലെന്ന് ഞാൻ ചിന്തിക്കുക. अगर निनेवे को ओर जाना है तो उसको पैसा भी देना है, तो फ्री में नहीं जा सकता था. मुझे ऐसे सोच रहा है. പ്രിയമുള്ളവരെ, എന്താണ് അവിടെ അവൻ അങ്ങനെ ചെയ്തതെന്നറിയാം. യോനയെ കുറ്റപ്പെടുത്തും. वो क्यों ऐसे किया हमेशा दोषी कहता है. നിലവിലുള്ള ആളുകൾ ദൈവത്തിന്റെ ജനത്തെ ജീവനോടെ തോലുരിച്ചവരാണ്. निनेवे के जो देश के लोग है वो परमेश्वर के लोगों को बहुत कष्ट दिया हुआ लोग है. നാം എന്ത് പറയും? अगर ഓ യോന പറഞ്ഞതുപോലെ അവർ ഒരിക്കലും മാനസാന്തരപ്പെടരുതെന്ന് പറയും. योना जैसे कहा था हम भी ऐसे कहते हैं. പ്രിയമുള്ളവരെ, യോനയെ കുറ്റപ്പെടുത്തണ്ട. हम योना का दोषी न कहना. എന്നാൽ നമ്മിൽ വ്യാപരിക്കേണ്ട ദൈവകൃപയാണ് നാം മനസ്സിലാക്കേണ്ടത്. और हम पे आने वाला परमेश्वर के दया को यहाँ पर दिखाना चाहते हैं. ശത്രുക്കളോട് പ്രതികാരം ചെയ്യാതെ അവരോട് കരുണ ചെയ്യുവാനും സ്നേഹിക്കുവാനും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. शत्रुओं के साथ हम करुणा और दया दिखाने के लिए परमेश्वर यहाँ का ലോകത്തിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നല്ല സമരിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. समाचार आने के समय उस एक समय को अच्छे समय को हम देख सकते हैं. 10ാം അധ്യായം അതിന്റെ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നല്ല സമരിയെ കുറിച്ചുള്ള ഉപമയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 10वीं अध्याय उसका 30वां आयत में दयालु शमरी के बारे में दृष्टांत हम देख सकते हैं. അവിടെ ഒരു യഹൂദ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. वहाँ एक यहूदा पुरुष वो उनको
30 लोगों के हाथ में पकड़ा गया था। അവനെ പിടിച്ചു, അവന്റെ വസ്ത്രം അടിച്ചു, അവനെ ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു. वो अपने पकड़ा है, वो वस्त्र को फाड़ा है, उनको बहुत नुकसान किया है। ഞാൻ മനസ്സിലാക്കാൻ ഇവരെ നയാ പൈസ കാണില്ലായിരിക്കും. मैं सोच रहा हूँ उनके हाथ में कोई पैसा भी नहीं होगा, ഇവന്റെ കയ്യിൽ ഒന്നുമില്ല, उनके पास कोई पैसा नहीं है। ഇവന്റെ ഉടുപ്പെങ്കിലും ഊരി എടുക്കാമെന്ന് അവർ വിചാരിച്ചു. सोचा उनके कपड़ा कम से कम लेके ले गए ഉടുപ്പ് ഊരി അവനെ ഉപദ്രവിച്ചു. और कपड़ा फाड़ा और ले गया और उसको बहुत नुकसान किया। അവരെ അർത്ഥപ്രാണനായിട്ട് വഴി വിട്ടേച്ച് പോയി എന്നാണ് നമുക്ക് കാണുന്നത്. परमेश्वर का वचन में कहता है उसको आधा प्राण मतलब आधा जीवन जैसे छोड़ के चले गया। എന്നാൽ ആ വഴിയിൽ സഹായിക്കാൻ ആരുണ്ട്? उस रास्ते में उसको हेल्प करने के लिए कौन था? ആ വഴിയായിട്ട് എതിർത്തിയ ഒരു ലേവ്യനും അതുപോലെ തന്നെ ഒരു പുരോഹിതനും കടന്നുപോയി. उस रास्ते में कि लेवी भी आया था, एक पुरोहित भी आया था। കണ്ടിട്ട് കാണൊക്കെ ഭാവം നടിച്ച് കടന്നുപോയി. वो समय वो देखा था पर न अनदेखी जैसे चले गया। എന്നാൽ ഒരു സമയക്കാരൻ വഴിയാത്രയിൽ അവനെ കണ്ട് മനസ്സറിഞ്ഞു, അവനാവശ്യമായതെല്ലാം ചെയ്യുക. लेकिन एक दयालु समरी इस रास्ते में उसको मिला, उसको जो करना था वो सब करके वो निकल रहा है। അവന് പ്രഥമ ശുശ്രൂഷ നൽകി അടുത്തുള്ള സത്രത്തിനെ കൊണ്ടുപോയി ആക്കി. उनको जो पहले जो उनको मतलब फर्स्ट एड करना था वो करके वो മാത്രമല്ല തുടർ ചികിത്സയ്ക്കുള്ള പണവും നൽകി. और उसका आगे तक को जो चिकित्सा है जो उसके पैसे भी देके जा रहा है। എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. इतने बढ़िया एक नमूना यहाँ पे हम ദൈവമക്കളെ നമുക്ക് മാതൃയാക്കുവാൻ കഴിയാവുന്ന ഏറ്റവും മഹത്തായ കാര്യം हमें अपने जीवन में हमें पालन करने वाले के उदाहरण मान सकते हैं। ഇവിടെ ഈ പെൺകുട്ടിയോടുള്ള ബന്ധത്തിലും അതല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. यहाँ पे एक छोटी बालिका के बारे में भी वो हम देख सकते हैं। എന്റെ യജമാനന്റെ കുഷ്ഠരോഗം കണ്ട് വേദനിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ നമുക്കവിടെ കാണാം. वहाँ पे उस अपने स्वामी के जो रोग के बारे में चिंता होने वाला उस लड़की को हम देख सकते हैं। കുഷ്ഠത്താൽ ബാധിതനായിരിക്കുന്ന യജമാനനെ ഓർത്ത് വ്യസനിക്കുന്ന ഒരു ചെറിയ ബാലികയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. वो अपने स्वामी से जो दुख की अवस्था में वो सोचने वाला और चिंता करने वाला उस लड़की को हम देख सकते हैं। ഈ പെൺകുട്ടി കാണിച്ചത് ഒരു വലിയ കരുണയാണ്. यहाँ पे एक लड़की, वो छोटी लड़की बहुत एक करुणा या दया यहाँ पे दिखा रहा है। ആ കരുണയെ മനസ്സിലാക്കിയപ്പോൾ നയമാന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മാറ്റം അതൊക്കെ എത്രയോ വലുതാണ്. जब उसके बाद को वो उस नाना ने माना तो उसके जीवन में कितना बदलाव हुआ उसके बारे में हम देख सकते हैं। നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് चौथी बात यहाँ पर हम देख सकते हैं, നാലാമതായിട്ട് കാണുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. और चौथी बात इस घटना से हम ये समझ सकते हैं परमेश्वर का जो सानिध्य हर जगह होता है। വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. हम एक ध्यानपूर्ण से उस बात को ध्यान करना है। നമ്മിൽ പലരും വിശ്വാസ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. हमें कई लोग विश्वास जो भवन में पैदा हुआ लोग हैं। ഒരു നല്ല ആത്മീക പൈതൃകം പറയുവാനായിട്ടുണ്ട്. एक आत्मिक हमारा चाल है हमारा। എന്നാൽ നാം നമ്മുടെ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോവുകയാണെന്ന് വെക്കുക. अगर हम सोच रहा है हमें अपना देश छोड़ के दूसरे देश की ओर जा रहा है, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? अगर ऐसे हो तो हमारा जीवन कैसे रहना है? ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ ഇവിടെ എന്നെ അറിയുന്നവർ ആരുമില്ല. कैसे सोच सकते हैं हम यहाँ पे मुझे समझने वाला कोई नहीं है, എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. अपने इच्छा से कर सकते हैं। അല്ല പ്രിയമുള്ളവരെ, ऐसे नहीं है। ഏത് സ്ഥലത്തായാലും നാം ഏത് നിലയിൽ നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കണമോ അതിനെ ആ നിലയിൽ തന്നെ സൂക്ഷിക്കണം. हम जहाँ पे रहा वहाँ पे अपना आइडेंटिटी को ठीक करना है। ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. परमेश्वर हर जगह है। അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയിൽ ഈ ദൈവകൃപകൾ വ്യാപരിക്കുവാനായിട്ടിടയായിത്തീർന്നത്. इसलिए इस छोटी सी लड़की उस परमेश्वर का भाई मान के वो जी रहा है। അന്യനാട്ടില് ദൈവകൃപ വ്യാപരിക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതം. उसका अपने देश से दूसरे देश में वो परमेश्वर को भाई मानने वाले लड़की। 139 സങ്കീർത്തനം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കി തരികയാണ്. 139 आयत भजन संगीत में परमेश्वर कहाँ है वो उसके बारे में लिखा हुआ है। അവിടെ വായിക്കുന്നത് നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്,
140 भजन संगीत उसका साधु आए थे, ऐसे पढ़ रहे मैं तेरे आत्मा के भाग कर किधर जाऊं या तेरे सामने से किधर पाऊं, ऐसे करके कह रहा है। वो सारे जो है छिपा हुआ परमेश्वर है। ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്. परमेश्वर में जो चले जाओ वहाँ पे है। പാതാളത്തിൽ എന്നെ കിടക്ക വിരിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും നീതിയുണ്ട്. अगर हम नीचे जाके वो पाताल में जाए वहाँ पे भी आपका सानिध्य है। ഞാൻ വൃക്ഷത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. और समुद्र के उस किनारे तक हम दूर तक में चले जाएगा, वहाँ पे भी आपका सानिध्य है। നിന്നെ വലം കൈ അധികാരമുള്ള ആ കരം എന്നെ പിടിക്കും. अपने हाथ मेरा अगुवाई करेगा, ऐसे लिखा हुआ। ദാവീദ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ ദൈവത്തിന്റെ സർവ്വവ്യാപകമായ സാന്നിധ്യം എവിടെയുമുണ്ട് എന്നുള്ള കാര്യം ഉച്ചൈത്തരം പ്രസ്താവിക്കുകയാണ്. दाऊदे भजन संगीत को लिखने का समय वो कह रहा है परमेश्वर सारे जगह में फैला हुआ, मतलब उनका सानिध्य है। ദൈവത്തിന്റെ സ്നേഹവും സംരക്ഷണവും എല്ലായിടത്തുമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനാഥരായിട്ട് കൈവിടുന്നില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്ന മഹത്തായ സത്യത്തെ നാം വിസ്മരിക്കരുത്. वो परमेश्वर हम जहाँ पे भी चले जाते हैं वहाँ पे परमेश्वर का सानिध्य है। हमको हमें अनाथ नहीं छोड़ने वाला परमेश्वर है। അഞ്ചാമത്തതായിട്ടുള്ള വസ്തുത, पांचवी बात है, हम इस बात से देख सकते ഈ हैं ചെറിയ കുട്ടിയുടെ ചെറിയ പ്രവൃത്തിയുടെ മഹത്വമാണ്. उस छोटी सी लड़की की छोटी बात को कितना महिमा हुआ, उस महत्व उसके बीच में देखते। പലപ്പോഴും നാം വിചാരിക്കും നാം ചെയ്യുന്ന കാര്യത്തിലേക്ക് വലിയ വിലയൊന്നും ഇല്ല എന്ന് നാം ചിന്തിക്കും. हम कई बार सोचता है हमें एक छोटे काम करे, इसमें क्या बड़ा होगा। അങ്ങനെയല്ല പ്രിയമുള്ളവരെ, അല്പം കൊണ്ടും അതിൽ കൊണ്ടും വലിയവ ചെയ്യണവനാണ് നമ്മുടെ ദൈവം. ऐसे नहीं परमेश्वर छोटे बात से और बड़ा बात से बड़ा काम करने वाला परमेश्वर है। ദൈവത്തിന്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം കിട്ടാതെ പോകുന്നില്ല എന്നാണ് പറയുന്നത്. परमेश्वर के वचन में कहता है परमेश्वर का नाम की वजह से अगर एक गिलास का पानी भी पिलाए उसको वो मानेगा, ऐसे करके कहता है। അവരുടെ ഈ ചെറിയ നിർദ്ദേശത്തെ വില കൊടുത്ത് കാണുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. उसको छोटी सी बात को यहाँ पे वो उसको मान्य करता है। वो ഈ പെൺകുട്ടിയുടെ നിർദ്ദേശം നയമാന് തന്റെ ഭാര്യ പറഞ്ഞതാണെങ്കിലും പോലും നയമാൻ ഇതിനെ ചിന്തിച്ചില്ല. ഒരു ചെറിയ പെൺകുട്ടി പറഞ്ഞ വാക്കിന് എന്താണ് വില? यहाँ पे एक छोटी लड़की कह रहा है, लेकिन नैमान ने सोचा नहीं ये छोटी लड़की क्या मानना है। അതിന് കാരണമായി തീർന്നത് അവരെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. पीछे कारण था उसको एक रोग से वो पीड़ित था। അവൻ മഹാനും ബഹുമാന്യനും അവൻ പരാക്രമശാലിയൊക്കെ ആയിരുന്നു. वो सेनापति था और शूरवीर था, लेकिन उसमें उसको प्रवण था। പക്ഷെ അവന് കുഷ്ഠം എന്ന രോഗമുണ്ടായിരുന്നു. लेकिन वो कोड़ी था वो। എന്നാൽ ഈ സമാധാനം ലഭിക്കുവാൻ ഇടവരുന്ന ഈ ചെറിയ നിർദ്ദേശം അവൻ വളരെ ഗൗരവത്തോടെ എടുക്കുകയാണ്. छोटे से एक सलाह जो छोटी है वो लड़की दे रहा है, उसको उसने माना है। ദൈവത്തിന്റെ വലിയ പ്രവർത്തികളിൽ ഒരു ചെറിയ നിർദ്ദേശം അത് ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. बड़ा योजना में छोटी सलाह या निर्देश बड़ा काम हो रहा है। പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വിശ്വാസം ഏത് പരിസ്ഥിതികളിലും ഏത് വേദികളിലും ഏറ്റവും ഉന്നതമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. परमेश्वर का जो विश्वास है वो कई ऐसे सिचुएशन हो वहाँ पे बड़ा काम कर सकता है। നമ്മുടെ സംസാരവും നമ്മുടെ ജീവിതവും ഒരുപക്ഷെ മറ്റുള്ളവരെ മാറ്റിമറിക്കുവാൻ കാരണമായി തീരുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. हमारा छोटी सी बात, छोटी सी सलाह किसी के जीवन में बदलाव ला सकता है, हम सोचने के बाद ദൈവത്തിന്റെ മഹത്വപരമായ പ്രവൃത്തികൾക്ക് നാം ഒരു മുഖാന്തരമായി തീരേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കാം. परमेश्वर का जो बड़ा योजना में हमारा भी कुछ काम हमारा भी है, वो हमें सोचना जरूरी है। ഇസ്രായേൽ ദേശക്കാർക്ക് പെൺകുട്ടി പറയുകയാണ്, എന്റെ യജമാനൻ സമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നാൽ എവിടെ നിന്നായിരുന്നു? इस्राएल की लड़की यहाँ पे कह रहा है मेरा ये स्वामी उस भविष्य अगर चला जाता कितना अच्छा होता। നാം അവരുടെ ചെയ്യുന്ന സുവിശേഷ ഘോഷണത്തിന് ഈ രക്ഷകനായ കർത്താവിന്റെ അടുക്കിലേക്ക് ഈ ആളുകളൊന്ന് കടന്നു വന്നെങ്കിൽ हम भी ये सोच रहे हैं परमेश्वर का जो उस सुसमाचार के उस सुनने के लिए उसका मानने के लिए अगर कोई आता तो कितना अच्छा होता। കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിച്ച വളരെ ഒരു
ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. पिछले दिनों में जीवन में एक आने वाले बात को कह रहा है. ഇവിടെ പ്രിയ മോൻസി സഹോദരൻ ഇവിടെ നിന്നുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. यहाँ पे मोन्सी ब्रदर यहाँ पे अनाउंसमेंट करता है. നമ്മുടെ സഭയുടെ കൂടിവരവുകളെ കുറിച്ച് പറയുന്നുണ്ട്. हमारे जो चर्च के जो मीटिंग के बारे में कहता है. കഴിവതും എല്ലാവരും കടന്നു വരണമെന്ന് പറയുന്നുണ്ട്. वैसे कहता है कि हो सकता तो सारे लोग आना है. ഒന്ന് കടന്നു വന്നെങ്കിൽ अगर ऐसे कोई आता हो तो ആത്മീക നേതൃത്വം അതിനെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. यहाँ पे कलीसिया के लोग वो चाहता है, सब लोग चाहते हैं सब लोग आने के लिए. സമയമുണ്ടായിട്ടും അതിന് നിസ്സാരമായി കാണുന്നു കരുതുന്നുവെങ്കിൽ അത് പ്രിയം ദുഃഖകരമാണ്. പ്രിയമുള്ളവരെ, ദുഃഖകരമാണ്. अगर जीवन आपका जीवन में अगर समय होता तो उसको छोड़ के जाना है, बहुत दुख की बात है. ഇസ്രായേൽ കാലത്ത് പെൺകുട്ടി പറയുകയാണ്, എന്റെ യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുത്ത് ഒന്ന് കടന്നിട്ടുണ്ടെങ്കിൽ. यहाँ पे इसराइल की जो छोटी लड़की कह रहा है, मेरे स्वामी अगर इसराइल की जो भविष्य होता है उसके पास अगर चला जाता है. ഇവളുടെ ഈ ചെറിയ നിർദ്ദേശം വളരെ അനുഗ്രഹീതമായ കാര്യങ്ങൾക്ക് വഴിതെളിക്കുകയാണ്. उसकी छोटी सी सलाह है, छोटी सी बात को यहाँ पे बड़ा एक काम यहाँ पर करके दिखा रहा है. നമ്മുടെ ദൃശ്യം ചെറുതായിരിക്കാം, हमारे आंखों में वो छोटी बात हो सकता है, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ഏറ്റവും വലുതാണ്. लेकिन परमेश्वर का आंख में या सामने वो बड़ा काम है. മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ശ്രീഭണ്ഡാരത്തില് കാശിരുന്ന വിധവയെ കുറിച്ച് നാം വായിക്കുന്നു. और मार्कोस का समाचार और लूका का समाचार में उस स्त्री के बारे में कह रहा है, उसका उस भंडार में डालने वाले स्त्री के बारे में कह रहा है. അവിടെ ധനികന്മാരുണ്ട്, മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവരുണ്ട്, ദരിദ്രരുണ്ട്, എല്ലാവരും ഇടുകയാണ്. वहाँ पे धनिक लोग खा रहे हैं और उससे कम लोग आ रहे हैं और अपने हाथ से सारे लोग पैसा डाल रहे हैं उसमें. യേശു കർത്താവ് വിധവ ആ രണ്ട് ചെറിയ കാശിട്ടപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്, जब उस विधवा उस स्त्री उस दो सिक्का को वहाँ डाल रहे वहाँ पे यीशु मसीह कहता है, ധനികർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് വിട്ടത്, धनिक लोग अपने संपत्ति से वो निकाल कर डाल रहे हैं. എന്നാൽ ഈ വിധവയുണ്ടല്ലോ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ഉപജീവനം മുഴുവനുമാണ് അവിടെ സമർപ്പിച്ചത്. लेकिन उस विधवा स्त्री उसका जो कमी है मैंने पूरा जो उसका वो पूरा वहाँ पे डाल रहा है. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുമെന്നുള്ളത് മറന്നു പോകരുത്. हमारे भाई बहनों, ये हमारे छोटी सी काम बड़ा परमेश्वर के बड़ा काम के लिए हो सकता है, ये हमें भूलना नहीं है. ഇസ്രായേൽ ദേശക്കാരത്തെ പെൺകുട്ടി നമുക്കൊരു മാതൃകയാണ്. यहाँ पे इसराइल की जो छोटी बाड़ी हमारे लिए एक उदाहरण है, एक नमूना के बारे में. പ്രിയമുള്ളവരെ, വലിപ്പത്തിലല്ല നമ്മുടെ സ്വഭാവത്തിലും ഗുണത്തിലുമാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. परमेश्वर हमारे बड़ापन को नहीं देखते, हमारे कामों को, हमारे दिल को जो शुद्धता को परमेश्वर मानता है. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യം കൊണ്ട് ചെന്നെത്തിച്ചത് എവിടെയാണോ? इस बात को कहने के समय इसका जो अंत क्या हुआ था वो उसके बारे में हमें വിശദീകരണം കൂടാതെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അത് ഞാൻ പറഞ്ഞ് ക്രിസ്തുതത്വശാസ്ത്രത്തിലേക്ക് ഒന്ന് കൊണ്ട് ചെന്നെത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. उसके बाद ज्यादा विशदीकरण नहीं करेंगे. 10 आयत से 14 आयत में देखने का वो ഈ ചെറിയ പെൺകുട്ടിയുടെ നിർദ്ദേശം നയമാന്റെ ജീവിതത്തിലേക്ക് വിശ്വാസം, അനുസരണം, ദൈവകൃപ കൂടാതെ വിശുദ്ധീകരണം എന്നുള്ള പദ്ധതിയിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തി. उस छोटी सी बात को नामान ने अंगीकार करके करने के द्वारा नामान के जीवन में विश्वास और വിശ്വാസ്, അനുസരണം, ഒബീഡിയൻസ്, ദൈവകൃപ, परमेश्वर की कृपा और വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുചെന്നു. शुद्धिकरण उसके जीवन में आ जाता है. ഈ നയമാന് ഈ കേട്ട വസ്തുത അനുസരിച്ച് എവിടെ ചെന്നത്? എലീശായെ സന്ദർശിക്കാൻ പോവുകയാണ്. इसको उस बात को मानते लड़की की बात मानते वो एलीशा के पास चले जा रहा है. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു. उसके बीच में एक और बात हुआ. നയമാൻ ബഹുമാന്യനായ ഒരു മാന്യനായ വ്യക്തിയാണ്. नामान एक माना हुआ व्यक्ति है. തന്റെ യജമാനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഈ ഇസ്രായേൽ താരത്തിൽ പെൺകുട്ടി പറയുന്നു. वो अपने राजा से कह रहा है, ऐसे बालिका ये कह रहा है. രാജാവ് പറഞ്ഞു, നീ പോയി വരിക. राजा ने उनसे कहा तुम चले जाओ. ഇസ്രായേൽ രാജാവിന് കൊടുക്കാൻ ഞാൻ ഒരു ശുപാർശ കത്ത് തന്നായിരിക്കും. और इसराइल के राजा के लिए लेटर में तुम्हारे हाथ में ലെറ്ററെല്ലാം വാങ്ങിയിട്ട് അവർക്കുള്ള പാരിതോഷികമായിട്ട് നയമാൻ കടന്നു പോവുകയാണ്. और चिट्ठी लेके वो अपना जो सम्मान भी लेके गिफ्ट लेके वो उनके पास जा रहा है. അവൻ ചേർന്നത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കിലേക്കാണ്
ചോദിക്കുകയാണ്. वो सीधे इसराइल के राजा के पास जा ആ रहा है। ഇസ്രായേൽ ജനാവ് ചോദിക്കുകയാണ്, ഞാൻ രോഗം മാറ്റിയെടുക്കാനും മരിച്ചവരെ ജീവിപ്പിക്കാനും ഞാനെന്ത് ദൈവമാണോ? इसराइल के राजा पूछ रहा है और रोग को शंका करने के लिए और मरा वालों को जिलाने के लिए मैं क्या परमेश्वर ने ऐसे कहता है? പെൺകുട്ടി എവിടെ പോകാനാ പറഞ്ഞത്? उस व्यक्ति किसके पास जाने के लिए? എലീശ പ്രവാചകന്റെ അടുക്ക് പോകാനാ പറഞ്ഞത്. भविष्य वक्त के पास जाने के लिए उसने कहा। എന്നാൽ ഇവർക്ക് എലീശ പ്രവാചകനെ അറിയില്ല. लेकिन ये लोग उस भविष्य वक्त के बारे में नहीं जानते। ഇസ്രായേൽ സേവിക്കുന്ന ദൈവത്തെ അറിയില്ല. इसराइल जो जिसको सेवा करता है उस परमेश्वर को नहीं जानता है। ഇസ്രായേലിന്റെ തലവനായിരിക്കുന്ന രാജാവിനെയാണ് അവർക്കറിയാമുള്ളൂ. वो एक ही जानता है इसराइल के राजा को इसके बारे में जानता ഈ ഭാഗത്ത് നമുക്ക് തരുവാൻ ഞാൻ പറഞ്ഞു കേട്ടെ പ്രിയമുള്ളവരെ. है। और बाद उससे कहना चाहता हूँ, വ്യക്തിപരമായ രക്ഷയ്ക്ക് ചാർച്ചക്കാർക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ രാഷ്ട്രീയ തലത്തിലുള്ളവർക്കോ സഭാ നേതൃത്വങ്ങൾക്കോ ആർക്കും അതിന് സാധ്യമേ അല്ല എന്നുള്ളത് തിരുവഴുത്തോടെ വ്യക്തമാക്കി തരികയാണ്. इस बात को ये कहता है अपना एक उद्धार के लिए एक अपना बंधु लोग और अपना नेता लोग कोई भी नहीं कर सकता है। എത്ര നല്ല ഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാലും कितना आत्मिक भाव में भी अगर पैदा हुआ तो भी ഞങ്ങൾ തങ്ങളുടെ മുതിർന്നവർ എത്ര ആത്മിക നേതൃത്വത്തിലുള്ളവരായിരുന്നാലും माँ बाप कितना बड़ा आत्मिक लोग हो तो भी വ്യക്തിപരമായ രക്ഷയ്ക്ക് അത് നിദാനമല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. एक व्यक्ति के उद्धार के लिए वो प्राप्त नहीं होता है। ഇവിടെ നയമാൻ യജമാന്റെ വാക്കുകൾ ഇസ്രായേൽ കടത്തുപോയി. नामान यहाँ पे उस राजा के पास चला जाता है। പക്ഷേ അവിടെ ചെന്നപ്പോൾ കാര്യം മനസ്സിലായത് ഈ രാജാവിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. जाने के बाद ये समझ पाया वो राजा कुछ नहीं कर पाता है। അതിനുശേഷമാണ് നയമാൻ പ്രവാചകന്റെ അടുക്കലെത്തുന്നത്. उसके बाद वो एलीशा के पास पहुंचता है। പ്രിയമുള്ളവരെ, നയമാൻ അവിടെ ചെല്ലുമ്പോൾ പ്രവാചകനോട് കാര്യമെല്ലാം പറഞ്ഞു. പ്രവാചകൻ അവിടെ ചില നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുകയാണ്. नामान उस एलीशा के पास पहुंचता है तो एलीशा कुछ बात उससे कह रहा है। ആ പ്രവാചകൻ പറഞ്ഞു, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി എഴുന്നേൽക്കുക. वो एलीशा ने उससे कहा है तुम योर्दान जाके 7 बार डुबकी लगाना है, നിന്റെ കുഷ്ഠരോഗം മാറും. तुम्हारा कोड़ी जो तुम है वो तुम शुद्ध हो जाएगा। എന്നാൽ നയമാൻ ആ വാക്കില് എന്താ ചെയ്ത് അവന് കോപമുള്ളതായി അവൻ ക്രുദ്ധിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. लेकिन नामान ने उस बात को सुन के वो क्रोधित हो गया। അവൻ പറയുകയാണ്, ദമ്മേശക്കിലെ അമാനയും പർപ്പരും അനധികളെ കുറിച്ച് നന്നായിട്ട് അറിയും, നല്ല തെളിവുള്ള വെള്ളമാണ്. वो कह रहा है धर्मशेख जो अमाना जैसा जो नदी है, जितना शुद्ध नदी है वहाँ पे उसके बारे में नहीं जानते हैं। അവിടെ കുളിച്ചെനിക്ക് ശുദ്ധി പ്രാപിക്കാൻ പാടില്ലയോ? वहाँ पे नाके या डुबकी लगा के मैं शुद्ध नहीं कर पाता है। യോർദാന്റെ വെള്ളം കലങ്ങി പറയുന്നതാണ്, കുത്തൊഴുക്കുള്ളതാണ്. योर्दान का नदी जो बहने वाला और गंदा नदी है, ഈ വെള്ളത്തിൽ ഞാനെന്തിനു കുളിച്ചു പൊങ്ങണം? उस नदी में मैं क्यों डुबकी लाना? അവൻ കോപിതനായിട്ട് മടങ്ങിപ്പോവാൻ തീരുമാനിക്കുകയാണ്. क्रोधित होकर वापस जाने के लिए सोच रहा था। എന്നാൽ അവിടെ സത്യന്മാർ അവനെ തടയുകയാണ്. लेकिन उनका सिपाही लोग उनसे उनको सलाह आगे दे रहे हैं। യജമാനനെ, ആ പ്രവാചകൻ ഇന്നൊക്കെ കാര്യം ചെയ്തു തന്നാല് ഞാൻ നിന്നെ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുകയില്ലായിരുന്നു. वो सिपाही लोग उनसे कह रहा है, भविष्य वक्त तुमसे कह रहा है बड़ा बड़ा काम को करना है तो तुम करके नहीं दिलाता है। തീർച്ചയായിട്ടും അവൻ ചെയ്യും, अगर वो पूरा करके देता है, പക്ഷെ അതല്ലല്ലോ അതിന്റെ വഴി. वो उसके लिए रास्ता नहीं है। എലീശ പ്രവാചകൻ പറഞ്ഞത് നീ 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. एलीशा भविष्यवक्ता यहाँ कह रहा है तुम 7 बार योर्दान में डुबकी लगाना है। എന്നാൽ കൃത്യന്മാരുടെ വാക്കുകൾ കേട്ട് അവൻ ആ കാര്യം ചെയ്തപ്പോൾ അവന്റെ സൗഖ്യം വന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. अपने सिपाही लोगों के जो उस बात को मानकर वो जब वो वहाँ पे 7 बार डुबकी लगाने से वो शुद्ध हो जाता है। പ്രിയമുള്ളവരെ, ഇവിടെ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. यहाँ पे विश्वास की जो प्राधान्यता है वो हम देख सकते हैं। വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. विश्वास करने के लिए योग्य एक ही व्यक्ति है, वो यीशु मसीह है। സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ ആ ഏക സത്യ ദൈവമാണ്. आपको चंगा करने वाला वो शक्तिमान वो बनना यीशु मसीह है। നമ്മുടെ കുറുക്കുവഴികളൊന്നും രക്ഷപ്പെടുവാനായിട്ട് हमारे जुगाड़ काम उसके लिए नहीं होगा। എഫേസ്യർ ലേഖനം 2-8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. एफिसियंस की पत्री उसके 2 अध्याय 8वें अध्याय में ऐसे आयत में से कहता है, കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. वहाँ पे कह रहा है कृपा के द्वारा तुम विश्वास के कृपा के द्वारा वहाँ पढ़ना चाहता हूँ। एफिसियंस की पत्री 2 अध्याय 8वें आयत में ऐसे लिखा है,
क्योंकि विश्वास के द्वारा अनुग्रह से तुम्हारा उद्धार हुआ है। പ്രിയമുള്ളവരെ, ആ ദൈവകൃപയാലാണ്, കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷ നമുക്ക് विश्वास के द्वारा अनुग्रह से तुम्हारा उद्धार हुआ है। അതുപോലെ ദൈവത്തിൽ അനുസരിക്കുക, ദൈവത്തിന്റെ കാര്യപരിപാടികളിൽ വിശ്വസിക്കുക, ഇത് നമ്മെക്കുറിച്ചുള്ള വലിയ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. और परमेश्वर का आज्ञा को मानना और परमेश्वर का योजना में एक भाग होना है, ये हमारे തീത്തോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം പ്രബോധിച്ചു. तीसरे पत्र में कहते हैं सबके लिए उद्धार करने वाला കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കുക, രക്ഷാകരമായിട്ടുള്ള ദൈവം ഉപദേശം ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഏവർക്കും രക്ഷ സൗജന്യമാണ്. ദൈവത്തിന്റെ കൃപയുടെയും ദയയുടെയും വിശാലതയും നമുക്കവിടെ കാണുവാൻ കഴിയും. നയമാൻ ആരായിരുന്നു? നയമാൻ അന്യജാതിക്കാരനായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം അവരെ സൗഖ്യമാക്കുവാനായിട്ട് സന്നദ്ധരായി തീരുകയാണ്. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കർത്താവായിരിക്കുന്ന ഒരുവനാണ്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ സൗജന്യമായി ലഭ്യമായി. അവിടെയാണ് നമുക്ക് പാപമോചനമുള്ളത്, വിശുദ്ധീകരണമുള്ളത് എന്നുള്ളത് നാം മറക്കുവാൻ പാടില്ല. ഒന്ന് യോഹന്നാൻ 4:15 നാം വായിക്കുന്നത് പോലെ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. जो कोई ये मान लेता है कि यीशु परमेश्वर है का पुत्र है, परमेश्वर उसमें बना रहता है और वो परमेश्वर में है. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारे सहायता करे. ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഇന്നത്തെ ഈ ശബ്ദം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ अगर परमेश्वर को उस अनुग्रह में अगर कोई नहीं आया तो സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. जगह में चले जाए. ഇസ്രായേൽ ദേശക്കാർക്ക് പെൺകുട്ടി നയമാനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, എന്റെ യജമാൻ അവിടെ ഒന്ന് കടന്നു ചെന്നെങ്കിൽ. यहाँ पे जो लड़की का उससे अपने स्वामी से कह रहा है, अगर मेरा स्वामी उस उद्धारकर्ता का वो वर्षों के बाद चले जाता अच्छा होता. എനിക്കും പറയുവാനായിട്ടുള്ളത്, ഈ ദൈവകൃപ അനുഭവിക്കാത്തവർ ഈ ദൈവകൃപ ലഭ്യമായി തീരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. आज भी एक कहना चाहता हूँ, अगर ये उद्धार नहीं पाया तो उस अनुग्रह के पास चले जाए. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവർ ദൈവജനത്തിന്റെ സന്തതികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ ശ്രദ്ധിക്കുക. और परमेश्वर को उद्धार पाया वाला वक्त उससे संतान हुआ उस व्यक्ति परमेश्वर का योजना में और काम करे. അവിടെ നിന്നാണ് നമുക്ക് അനുഗ്രഹവും ആനന്ദമൊക്കെ ലഭിക്കുന്നത്. वहाँ से हमें अनुग्रह और आनंद मिल जाता है. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारा सहायता करे. ഈ ചെറിയ പെൺകുട്ടിയുടെ ചെറിയ നിർദ്ദേശം പോലെ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തന്മാരാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ദൈവവാസത്തിൽ വിരമിക്കുന്നു. ദൈവനാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. छोटी सी लड़की के द्वारा परमेश्वर अपना काम कैसे किया, उसके द्वारा जैसे हमारी छोटी सी जीवन में परमेश्वर काम के आगे बढ़े.